147 147 സങ്കീർത്തനം 1-15. Sunday school students also, please. Children, please open your Bible. Psalms 147. 147 സങ്കീർത്തനം വായിക്കുന്നു. യഹോവയെ സ്തുതിക്കുവീൻ, നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടുന്നത് നല്ലത്, അത് മനോഹരവും സ്തുതി ഉചിതവും തന്നെ. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. നമ്മുടെ കർത്താവ് വലിയവനും ശക്തിയേറിയവനുമാകുന്നു, അവൻ്റെ വിവേകത്തിന് അന്തമില്ല. സ്തോത്രത്തോടെ യഹോവയ്ക്ക് പാടുവീൻ, കിന്നരത്തോടെ നമ്മുടെ ദൈവത്തിന് കീർത്തനം ചെയ്യുവീൻ. അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്നു. തന്നെ ഭയപ്പെടുകയും തൻ്റെ ദയയിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിൽ യഹോവ പ്രസാദിക്കുന്നു. അവൻ നിന്റെ വാതിലുകളുടെ ഓടാമ്പലുകളെ ഉറപ്പിച്ച് നിന്റെ അകത്ത് നിന്റെ മക്കളെ അനുഗ്രഹിച്ചിരിക്കുന്നു. അടുത്ത 2 വാക്യങ്ങൾ നമുക്ക് ചേർന്ന് പാടാം. അവൻ നിന്റെ ദേശത്ത് സമാധാനം വരുത്തുന്നു, വിശേഷമായ ഗോതമ്പ് കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തുന്നു. അവൻ തൻ്റെ ആജ്ഞ ഭൂമിയിലേക്ക് അയക്കുന്നു, അവൻ്റെ വചനം അതിവേഗമോടുന്നു. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മെ സൂക്ഷിച്ച് പരിപാലിച്ച നല്ല ദൈവത്തെ, കഴിഞ്ഞ ഒരു വർഷം നമ്മെ അത്ഭുതകരമായി സൂക്ഷിച്ച നമ്മുടെ നല്ല കർത്താവിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഇന്ന് ഈ പുതിയ വർഷത്തിൻ്റെ പുതിയ സൺഡേയിൽ ഉയർപ്പിൻ്റെ ഈ ദിനത്തിൽ നാം ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ, ആ ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുവാൻ വേണ്ടി ഒരുമിച്ചായിരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് അല്പസമയം നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് മഹത്വം കരേറ്റാം. സ്വത്രത്തിന്റെ ശബ്ദം ഉയരട്ടെ, സ്തുതിയുടെ ശബ്ദം ഉയരട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാം. മൃഗങ്ങൾക്ക്, കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അതതിൻ്റെ ആഹാരം നൽകുന്ന നല്ല ദൈവത്തെ ഒരു പ്രാവശ്യം കൂടെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നാം എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് നാം ഇവിടെ പാടിയ ഈ സങ്കീർത്തനം നമുക്ക് അനുഗ്രഹമായി തീരുവാൻ, അതിൽ നിന്ന് വിലപ്പെട്ട ദൂത് കർത്താവ് നമുക്ക് നൽകേണ്ടതിന് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, പ്രിയ ബ്ലസൻ ചെറിയാൻ ഇപ്പോൾ സങ്കീർത്തനത്തെ വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ബ്ലസൻ ഏറ്റവും ബാക്കിൽ. പ്രൈസ് ദി ലോർഡ് ജീസസ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മഹത്വത്തിന്റെ പ്രത്യാശ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ, ആരാധനയായി കർത്താവ് ഒരു പ്രാവശ്യം കൂടെ വിശുദ്ധ ദിവസം കിടന്ന് വരുവാൻ തക്കോണം കർത്താവേ, ഇത്രയും പേരെ ഓടുന്ന കർത്താവ് കൂട്ടിവരുത്തി കൃപയ്ക്കായ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ. കഴിഞ്ഞ ഒരാഴ്ച കാലം കർത്താവ് ഞങ്ങളെ വിട്ട് കടന്നുപോയി കർത്താവ്, ഒരു വർഷം ഞങ്ങളെ വിട്ട് കടന്നുപോയി കർത്താവേ. ഈ പുതിയ വർഷത്തിൽ കർത്താവേ, പുതിയ ആഴ്ചയിൽ കർത്താവേ, അങ്ങേ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഞങ്ങളെ കൂട്ടിവരുത്തിയ കൃപയ്ക്കായ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ വായിച്ചതുപോലെ കർത്താവേ, മനം തകർന്നവരെ കർത്താവെ സൗഖ്യമാക്കുകയും കർത്താവെ അവിടുന്ന് കർത്താവെ അവർക്ക് കർത്താവെ പ്രാണക്രിയ ചെയ്യുകയും ചെയ്യുന്ന ദൈവം കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് ഞങ്ങൾ അവിടുന്ന് കർത്താവ് വിശ്വസിക്കുന്നു കർത്താവെ. ഇന്ന് കർത്താവെ കേൾപ്പിച്ച സങ്കീർത്തനത്തിൽ നിന്ന് കർത്താവെ അടിയങ്ങൾക്ക് അതിനായ കർത്താവ് ദൂത് ലഭിക്കേണ്ടതിന് കർത്താവെ അടിയങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു കർത്താവെ. ആരെങ്കിലും കർത്താവെ ഹൃദയ കർത്താവെ വേദനയോടെ കർത്താവെ ആരെങ്കിലും രോഗത്തിന്റെ അവസ്ഥയിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ കർത്താവെ അവരോടൊക്കെ കർത്താവ് മനസ്സലിയുന്ന ദൈവം എന്ന് ഞങ്ങൾക്ക് വേണ്ടി കർത്താവെ അവിടുന്ന് കർത്താവെ കരുതുമാറാണമേ കർത്താവെ. വീണ്ടും അവിടുത്തെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. ശേഷം ശുശ്രൂഷകളെ കർത്താവ് അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവ്, താഴ്ത്തി സമർപ്പിക്കുന്നു. മാനവും മഹത്വം അങ്ങേക്ക് മാത്രം അർപ്പിക്കുന്നു. യേശുമൂലം ചോദ്യം ഉണ്ടാകണം സ്വർഗീയ പിതാവേ. ആമേൻ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ആസ്ഥാനത്തിരിക്കാം. അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടി വരുവാൻ കർത്താവ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ തന്ന നല്ല സാവകാശത്തെ നന്ദിയോടെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. വേദിയിലുള്ള കർത്തദാസന്മാർ, എൻ്റെ മുമ്പിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പിന്നെയും ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു.
ഒരു വർഷം കൂടെ നമ്മെ വിട്ട് കടന്നുപോയി. 2025 2026 നാം പ്രവേശിച്ച് ആരംഭ ഞായറാഴ്ച, ആരംഭ സൺഡേയിൽ നാം ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഈ ഒരു വർഷം മുഴുവനും ദൈവത്തിൻ്റെ അത്ഭുത പരിപാലനം അനുഭവിച്ചറിയുവാൻ പിന്നെയും നമുക്ക് ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥനയോടെ, വളരെ പ്രതീക്ഷയോടെ ആയിരിക്കാം. കഴിഞ്ഞ വർഷത്തിൻ്റെ അവസാന സമയത്ത് ദൈവത്തിൽ നിന്ന് ദൈവാത്മാവ് നമ്മോട് ഇടപെട്ടു. ഇതിനെക്കുറിച്ച് വിചാരപ്പെടേണ്ട, നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നമ്മിൽ നിറയും. ആ വലിയ ദൈവിക സമാധാനത്താൽ നിറയപ്പെടുന്നൊരു വർഷമായി ഈ 2026 തീരട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ. വേദനയോടെ ഭാരത്തോടെ പല പല വിഷയങ്ങളിന്മേൽ കഴിഞ്ഞ നാളുകളിൽ നാം ആയിരുന്നുവെങ്കിൽ അതിൻ്റെ നടുവിൽ ദൈവിക സമാധാനത്താൽ കർത്താവ് നിറയ്ക്കുന്ന ഒരു വർഷമായി തീരട്ടെ. അതിനായി നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഇന്ന് വായിച്ച സങ്കീർത്തനം 147 സങ്കീർത്തനം നമുക്കറിയാം, 20 വാക്യമുള്ള ഒരു സങ്കീർത്തനം. ഇതിലെ പല വാക്യങ്ങളും വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള വാക്യങ്ങളാണ്. നമുക്കറിയാം, അതിൻ്റെ 3-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുന്നു, അവരുടെ മുറിവുകളെ അവൻ കെട്ടുന്നു. പലപ്പോഴും ഞാൻ ഈ ഭാഗം ഓർത്ത് ദൈവസന്നിധിയിൽ പലപ്പോഴും ധ്യാനിക്കാറുണ്ട്. മനം തകർന്നവരെ സൗഖ്യമാക്കുന്ന, മുറിവുകൾ കെട്ടുന്ന. നമുക്കറിയാം, മനസ്സിൻ്റെ മുറിവിനെ കെട്ടാൻ ലോകത്തിലെ ഡോക്ടേഴ്സിന് അസാധ്യമാണ്. നമ്മുടെ കൈ മുറിഞ്ഞാൽ ഒരുപക്ഷെ ഡോക്ടേഴ്സിൻ്റെ അരിയിലേക്ക് പോയി കഴിഞ്ഞാൽ, കാൽ മുറിഞ്ഞാൽ, ശരീരത്തിൻ്റെ മറ്റേതെങ്കിലും ഭാവമൊക്കെ ആണെങ്കിൽ അത് നടക്കും. എന്നാൽ മനസ്സിൻ്റെ മുറിവ് ലോകത്തിലൊരു ഡോക്ടേഴ്സിനും ആ മുറിവിനെ വെച്ച് കെട്ടുവാൻ കഴിയുകയില്ല. ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, ഹൃദയത്തിൻ്റെ വേദനയോടെ, മനസ്സിൻ്റെ ഭാരത്തോടെ, മനസ്സിൻ്റെ മുറിവോടെ മറ്റുള്ളവർ നമ്മെ ഏൽപ്പിച്ച ഏതെങ്കിലും മുറിവായിരിക്കാം, നമുക്ക് തനിയെ ലഭിച്ച മുറിവായിരിക്കാം, ജീവിതത്തിൽ പല പല വിഷയങ്ങളിന്മേലുള്ള മുറിവായിരിക്കാം. ഇന്ന് ദൈവസന്നിധിയിൽ കടന്നു വന്ന പ്രിയപ്പെട്ടവരോട് ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ, കുഞ്ഞേ, നിൻ്റെ മനസ്സിൻ്റെ മുറിവുമായി ഇന്ന് ഈ ആരാധന കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി ഓർപ്പിക്കുന്നു, ആ മുറിവിനെ കെട്ടുന്ന ഒരുവൻ, ആ മുറിവിനെ ഒടുക്കുന്ന ഒരുവൻ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ടെന്ന് നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കുവാൻ കഴിയണം. നിന്റെ മനസ്സിൻ്റെ വേദന എത്ര വലുതാണെങ്കിലോ, നിന്റെ മനസ്സിൻ്റെ മുറിവ് എത്ര വലുതാണെങ്കിലോ, ആ മുറിവിനെ മാറ്റിത്തരുവാൻ ശക്തനായ ഒരുവൻ ഇന്നിവിടെ വന്നിട്ടുണ്ടെന്ന് നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കുവാൻ കഴിയണം. അത് മാത്രമല്ല, അതിൻ്റെ പല വാക്യങ്ങൾ 9-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്ന, മൃഗങ്ങൾക്കും കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരം. മൃഗത്തിന് ഏതാകാരമാണെന്ന് അറിയാമെന്ന നമ്മുടെ നല്ല ദൈവം കാക്ക കുഞ്ഞുങ്ങൾക്ക് ഏതാകാരമാണ്. അങ്ങനെയെങ്കിൽ സ്വന്തം സൃഷ്ടിയിൽ സൃഷ്ടിച്ച നമ്മുടെ ആഹാരത്തെ കരുതുവാൻ, നമുക്ക് ആഹാരം നൽകുവാൻ, നമ്മുടെ ആവശ്യങ്ങൾ നടത്തി തരുവാൻ നമ്മുടെ ദൈവം എത്ര ശക്തനാണ്, എത്ര വിശ്വസ്തനാണ്. മൃഗങ്ങളുടെ ആഹാരം എന്താണെന്ന് വ്യക്തമായി അറിയുന്ന, കരയുന്ന കാക്ക കുഞ്ഞുങ്ങളുടെ വിഷയം എന്താണെന്ന് അറിയാവുന്ന നമ്മുടെ നല്ല കർത്താവ് ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മുടെ വിഷയങ്ങൾ എന്താണെങ്കിലും അത് വ്യക്തമായി അറിയുന്ന ഒരു നല്ല കർത്താവിൻ്റെ അരിയിലാണ് ഇന്ന് നാം വന്നെത്തിയിരിക്കുന്നത്. അതിന്റെ 15-ാം വാക്യം ഒന്ന് വായിക്കണം. 147 സങ്കീർത്തനത്തിന്റെ 15-ാം വാക്യം. അവൻ തന്റെ ആജ്ഞ ഭൂമിയിലേക്ക് അയക്കുന്നു, അവന്റെ വചനം അതിവേഗം ഓടുന്നു. അവന്റെ വചനം അതിവേഗം ഓടുന്നു. ഈ വചനത്തിന്റെ സ്പീഡ് എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം. ഈ സൗണ്ടിന്റെ സ്പീഡ് എത്രയാണെന്ന് നമ്മൾ ചോദിച്ചാൽ നമുക്കറിയാം. ഏതാണ്ട് 1235 km/h എന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ ഒരു ഫ്ലൈറ്റ്, നമ്മളൊക്കെ തിരുവനന്തപുരത്തോ കാനഡയിലോ അമേരിക്കയിലൊക്കെ സഞ്ചരിക്കുന്ന ആ ഫ്ലൈറ്റ്, എയറോപ്ലെയിൻ, അതിൻ്റെ സ്പീഡ് 1000 താഴെയാണ്, 800-ന് മുകളിലായിരിക്കും. 850, 900, 950 വരെയൊക്കെയാണ് നമ്മുടെ ഒരു ഫ്ലൈറ്റിൻ്റെ, എയറോപ്ലെയിൻ്റെ സ്പീഡ്. എന്നാൽ അതിനേക്കാൾ കൂടുതലാണ് സൗണ്ടിൻ്റെ സ്പീഡെന്ന് വെച്ചാൽ 1235 km. നമുക്കറിയാം, ചില നാളുകൾക്ക് മുമ്പാണ് ഈ സൂപ്പർസോണിക് എന്ന് പറയുന്ന ഫ്ലൈറ്റ്
ഇപ്പോൾ അത് നിർത്തി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ സ്പീഡും സൗണ്ടിൻ്റെ സ്പീഡും ഏറെക്കുറെ സെയിം ആയിരുന്നു. സൗണ്ടിൻ്റെ സ്പീഡ് സൂപ്പർസോണിക് ഫ്ലൈറ്റിൻ്റെ എയ്റോപ്ലെയിൻ്റെ സ്പീഡും ഓൾമോസ്റ്റ് സെയിം ആയിരുന്നു. 1235, 1250 ആ ഒരു റേഞ്ചിലായിരുന്നു അതിൻ്റെ സ്പീഡ്. എന്നാൽ വചനത്തിൻ്റെ സ്പീഡിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ, ഇത് നമുക്കറിയാം ലോകത്തിൽ ഏറ്റവും സ്പീഡ് സഞ്ചരിക്കുന്ന ലൈറ്റാണ്. ഏതാണ്ട് 3 ലക്ഷം കിലോമീറ്റർ പെർ അവർ അല്ല, പെർ സെക്കൻഡ് ലൈറ്റിൻ്റെ. എന്നാൽ വചനത്തിൻ്റെ സ്പീഡ് എത്രയാണെന്ന് നോക്കിയാൽ, ഇവൻ ഗൂഗിളിൽ നോക്കിയാൽ പോലും അതിൻ്റെ ഏകദേശ രൂപം കിട്ടും. ദൈവവചനത്തിൻ്റെ സ്പീഡ് എത്രയാണെന്ന് നമ്മുടെ ഗൂഗിൾ സെർച്ച് ചെയ്താൽ നമുക്ക് കാണുവാൻ കഴിയും ലൈറ്റിൻ്റെ സ്പീഡിനേക്കാളാണ്. എന്ന് വെച്ചാൽ അത് തൽക്ഷണമാണ്. ആരും ഇപ്പോൾ ഗൂഗിൾ ചെക്ക് ചെയ്യരുത്. എന്നാൽ ഗൂഗിൾ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഏറെക്കുറെ അതിൻ്റെ അക്ഷരികമായിട്ടുള്ള സ്പീഡല്ല എങ്കിലും നിങ്ങൾക്കത് ഗൂഗിളിൽ നോക്കിയാൽ കാണുവാൻ കഴിയും. ലൈറ്റിൻ്റെ സ്പീഡിനെക്കാട്ടി വലിയ സ്പീഡാണ് ദൈവത്തിൻ്റെ വചനം. അങ്ങനെയെങ്കിൽ നമുക്ക് എത്ര സന്തോഷമുണ്ട്. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് അതിവേഗം സഞ്ചരിക്കുന്ന ദൈവത്തിൻ്റെ വചനം. ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, അതിവേഗം ഓടുന്ന ദൈവത്തിൻ്റെ വചനം. ആ വചനം വേഗത്തിൽ സഞ്ചരിക്കുക മാത്രമല്ല, ഒരു കാര്യം കൂടെ, 2 കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. 107:20 കൂടെ വായിക്കണമേ. അത് അതിവേഗം സഞ്ചരിക്കുക മാത്രമല്ല, 107:20 കൂടെ വായിക്കണേ. സങ്കീർത്തനം 107 സങ്കീർത്തനം 20 വാക്യം. അവൻ തന്റെ വചനത്തെ അയച്ചവരെ സൗഖ്യമാക്കി. വചനം സൗഖ്യമാക്കുന്ന 2 കാര്യമാണ്. ഇന്ന് രാത്രി, ഇന്ന് ഈ സന്ധ്യാസമയം ഞാൻ നിങ്ങളെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് 2 കാര്യം മാത്രമാണ്. 1 അതിവേഗം ഓടുന്ന ദൈവത്തിൻ്റെ വചനം, 2 സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ വചനം. 1 ഞാൻ വിശ്വസിക്കുന്നു, ആ ദൈവത്തിൻ്റെ വചനം ഇന്ന് ഞാൻ ഇവിടെ പ്രസ്താവിക്കുമ്പോൾ അത് സൗഖ്യമാക്കുന്നത് ഇവിടെ മാത്രമല്ല, വിദൂരതയിലുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, വിദേശത്തുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, അമേരിക്കയിലുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, കാനഡയിലുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഇന്ത്യയിലുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഈ വചനം അതിവേഗം ഓടി സൗഖ്യമാക്കുന്ന ആ വചനത്തെയാണ് ഇന്ന് ഈ വയ്യ സമയത്ത് ഞാൻ ഇവിടെ ഉയർത്തുന്നത് എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഒരു സംഭവം നമുക്ക് കാണാം. 4-ാം അധ്യായത്തിൻ്റെ 46 മുതൽ 53 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, എല്ലാം വായിക്കാൻ എൻ്റെ മുമ്പിൽ സമയമില്ല, എങ്കിലും യോഹന്നാന്റെ സുവിശേഷം 4:46 ഒന്ന് വായിക്കണമേ. അവൻ പിന്നെയും താൻ വെള്ളം വീഞ്ഞാക്കിയ ഗലീലയിലെ കാനാവിൽ വന്നു. അന്ന് മകൻ രോഗിയായിരുന്ന ഒരു രാജഭൃത്യൻ കഫർന്നഹൂമിൽ ഉണ്ടായിരുന്നു. ഈ സംഭവം നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ടറിയാം. യേശു യഹൂദിയിൽ നിന്ന് വെള്ളം വീഞ്ഞാക്കിയ ആ സ്ഥലത്തേക്ക്, കാനാവിൽ ഗലീലയിലെ കാനാവിലേക്ക് പിന്നെയും വന്നു. എന്ന് വെച്ചാൽ ചില ദിവസങ്ങൾക്ക് മുമ്പ് കർത്താവ് ഗലീലയിലെ കാനാവിൽ വന്ന് വെള്ളം വീഞ്ഞാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു. അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെ ആദ്യത്തെ അടയാളമായി ആ കാര്യങ്ങൾ നടന്ന ദേശം മുഴുവനും അത്ഭുതം പൂണ്ടിരിക്കുന്ന ഒരു സമയം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കർത്താവ് അവിടുന്ന് യഹൂദയിലേക്ക് പോയി. എന്നാൽ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും കർത്താവ് ആ കാനാവിലേക്ക് തന്നെ, ഗലീലയിലെ കാനാവിലേക്ക് തന്നെ വീണ്ടും മടങ്ങി വന്നു. കർത്താവ് വരുന്നു എന്നുള്ള വിവരം അറിഞ്ഞ് ദേശത്തിൻ്റെ പല ഭാഗത്തു നിന്ന് പല പ്രിയപ്പെട്ടവര് അവിടേക്ക് വരുവാൻ തുടങ്ങി. കഫർന്നഹൂമിൽ നിന്ന് ഏതാണ്ട് ഗലീലയിലെ കാനാവിൽ നിന്ന് ഏതാണ്ട് 20 കിലോമീറ്റർ ദൂരമുള്ളൊരു സ്ഥലമാണ് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്ന കഫർന്നഹൂം. കഫർന്നഹൂം എന്നൊരു രാജഭൃത്യൻ ആ സ്ഥലത്തേക്ക് കടന്നു വന്നു. ഈ രാജഭൃത്യൻ എന്ന് പറഞ്ഞാൽ വെറും അല്ലെങ്കിൽ ജോലിക്കാരൻ എന്നുള്ളതല്ല, റോയൽ ഒഫീഷ്യൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രാജകൊട്ടാരത്തിലെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ് രാജഭൃത്യൻ. ഈ രാജഭൃത്യൻ കർത്താവ് വീണ്ടും ഈ ഗലീലയിലേക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഗലീലയിലെ കാനാവിലേക്ക് വരുന്നു എന്നറിഞ്ഞപ്പോൾ ആ രാജഭൃത്യൻ ഓടി വന്നതിൻ്റെ കാരണം എന്താണ്? തൻ്റെ മകൻ മരിക്കുവാൻ തുടങ്ങിയാണ്. രാജഭൃത്യൻ അറിയാം തൻ്റെ മകൻ മരിക്കും. അത്രമാത്രം അവന് ദീനം വളരെ കൂടിയിരിക്കുന്ന, മൂർധന്യാവസ്ഥയിലിരിക്കുന്ന ഒരു സമയം. അങ്ങനെ ഇരിക്കുമ്പോഴാണ്
ഈ രാജഭൃത്യൻ ഇങ്ങനെ കേട്ടു, യേശു വീണ്ടും അവിടേക്ക് വരുന്നു. ചില ദിവസങ്ങൾക്ക് മുമ്പ് ലോകത്തെ ഞെട്ടിച്ച, മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തിയ, അതിശയമായിട്ട് നടത്തിയ, ആ വലിയ അത്ഭുതം നടത്തിയ അതേ കർത്താവ് അതേ സ്ഥലത്തേക്ക് തന്നെ ഗലീലയിലെ കാനാവിലേക്ക് വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ അങ്ങ് 20 കിലോമീറ്റർ ദൂരെ നിന്ന് കഫർന്നഹൂമിൽ നിന്ന് ആ രാജഭൃത്യൻ പെട്ടെന്ന് അവിടേക്ക് കടന്നു വന്നു. അവൻ്റെ ഒരൊറ്റ ആഗ്രഹം, എൻ്റെ ഈ യേശു വിചാരിച്ചാൽ എൻ്റെ മകന് സൗഖ്യം ലഭിക്കും എന്നുള്ളത് പൂർണ്ണ വിശ്വാസത്തോടെ അവൻ കടന്നു വന്നു. അവൻ കടന്നു വന്നിട്ട് നമുക്കറിയാം, യേശുവിനോട് പറഞ്ഞ്, കർത്താവേ, എൻ്റെ മകൻ മരിക്കുവാൻ പോവുകയാണ്, നീ എൻ്റെ കൂടെ എൻ്റെ ഭവനത്തിലേക്കൊന്ന് വരണം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്കറിയാം അവിടെ എന്താ സംഭവിച്ചെന്നറിയാം. കർത്താവ്, നീ എന്നോടൊപ്പം ഒന്ന് വരണമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞത്, നീ പൊയ്ക്കൊള്ളുക, അവൻ സൗഖ്യമായിരിക്കുകയാണെന്ന് പറഞ്ഞു. നീ പൊയ്ക്കൊള്ളുക, അവൻ സൗഖ്യമായിരിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ വിശ്വസിക്കുന്നു, ആ രാജഭൃത്യൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു, എൻ്റെ മോൻ സൗഖ്യമായി. കാരണം രാജഭൃത്യൻ അത്ര വിശ്വാസമുണ്ടായിരുന്നു. നീ പൊയ്ക്കൊള്ളുക, അവൻ സൗഖ്യമായിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഭൃത്യൻ വിശ്വസിച്ച് യാത്രയായി. ഏതാണ്ട് 20 കിലോമീറ്ററോളം ദൂരെ ചെന്ന് തൻ്റെ വീടിനോട് അടുത്ത് ചെന്നപ്പോൾ ചില ദാസന്മാർ അവൻ്റെ അരികിലേക്ക് ഓടി വരികയാണ്. ഇവരെ എതിരേൽക്കുവാൻ വേണ്ടി ഓടി വരുന്നു. ഈ ദാസന്മാർ എതിരേറ്റ് വന്നപ്പോൾ പെട്ടെന്ന് അവർ വിളിച്ചു പറഞ്ഞത്, അവർ തുള്ളിച്ചാടിക്കൊണ്ട് പറഞ്ഞു, നിന്റെ മകൻ അസുഖങ്ങളെല്ലാം മാറി, അവൻ സന്തോഷത്തോടെ അവൻ ജീവിച്ചിരിക്കുന്നെന്ന് പറഞ്ഞു. ഞാൻ ഓർപ്പിക്കട്ടെ, ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ രാജഭൃത്യന് വലിയ മാറ്റമൊന്നും തോന്നിയില്ല. രാജഭൃത്യൻ പെട്ടെന്ന് തുള്ളിച്ചാടിയില്ല. കാരണം രാജഭൃത്യന് ഇന്നലെ അറിയാമായിരുന്നു, ആ സമയത്ത് തന്നെ അറിയാമായിരുന്നു അവൻ സൗഖ്യമാകും. കാരണം എൻ്റെ ആ കർത്താവ് അങ്ങനെ പറഞ്ഞെങ്കിൽ അവൻ സൗഖ്യമാകുമെന്ന് അവൻ ഇന്നലെ അറിയാമായിരുന്നു. എന്നാൽ അവിടേക്ക് കടന്നു വന്ന് ഈ ദാസന്മാർ കടന്നു വന്നപ്പോൾ അവർ തുള്ളിച്ചാടിക്കൊണ്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ രാജഭൃത്യന് അത്ര തുള്ളിച്ചാടുവാൻ തോന്നിയില്ല. കാരണം അത് ഇന്നലെ അറിഞ്ഞൊരു വിഷയം ആദ്യമായിട്ട് കേൾക്കുകയാണെങ്കിൽ സന്തോഷം വരും. ഇന്നലെ അറിഞ്ഞ വിഷയം. പക്ഷേ രാജഭൃത്യൻ അറിയേണ്ട ഒറ്റ കാര്യമായിരുന്നു. എന്താണെന്നറിയാമോ? അതെപ്പോഴാണ് സംഭവിച്ചത്? ആ ഒറ്റ കാര്യം അതെപ്പോഴാണ് എടുത്തു ചോദിച്ചു. അവിടെ എപ്പോഴാണ്? അന്നേരം പറഞ്ഞ മറുപടി, ഇന്നലെ 7 മണിക്ക്. അത് കേട്ടപ്പോൾ രാജഭൃത്യൻ തുള്ളിച്ചാടി. ഞാനൊരു കാര്യം പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു, 7:05 സംഭവിച്ചത്, 7:03. രാജഭൃത്യന് വളരെ വ്യക്തമായിട്ടറിയാം, ഇന്നലെ എൻ്റെ യേശു എന്നോട് പറഞ്ഞത്, നിന്റെ മകൻ സൗഖ്യമാകുമെന്ന് പറഞ്ഞത് ആ മറ്റൊരു സമയത്തല്ല, 7:05 പറഞ്ഞത്, 7:10 പറഞ്ഞത്, കൃത്യം 7 മണിക്ക് പറഞ്ഞെങ്കിൽ ഇന്ന് ഇവർ പറഞ്ഞ് എപ്പോഴാണെന്ന് ചോദിച്ചപ്പോൾ ഇന്നലെ 7 മണിക്കെന്ന് പറഞ്ഞപ്പോൾ ആ രാജഭൃത്യൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കട്ടെ, ദൈവസന്നിധിയിൽ ഞാൻ വ്യക്തമായി ഓർപ്പിക്കട്ടെ, എൻ്റെ യേശു ഒന്ന് പറഞ്ഞ അത് എത്ര മൈൽ ദൂരത്താണെങ്കിലോ, 20 കിലോമീറ്റർ ആണെങ്കിലും, 200 കിലോമീറ്റർ ആണെങ്കിലും, 2000 കിലോമീറ്റർ ആണെങ്കിലും, 20,000 കിലോമീറ്റർ ആണെങ്കിലും, പറയുന്ന നിമിഷം തന്നെ അതിവേഗമോടുന്ന ദൈവത്തിന്റെ വചനം അവിടെ കടന്നു ചെന്ന് സൗഖ്യമാക്കുന്ന ഒരുവൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവർ കരം തട്ടി എൻ്റെ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താമോ? അങ്ങനെയെങ്കിൽ നിന്റെ ജീവിതത്തിലെ വിഷയം, കുഞ്ഞെ, നീ വേദനിക്കുന്ന വിഷയം, നീ ഭാരപ്പെടുന്ന വിഷയം, അത് എത്ര വലുതാണെങ്കിലും, നിന്റെ തലമുറയുടെ വിഷയമാണെങ്കിൽ, നിന്റെ തലമുറ ഒരു പക്ഷേ ഇവിടെയല്ല, അവൻ വിദൂരതയിലാണ്, അവൾ അങ്ങ് ദൂരെയാണ്, അതൊരു വിഷയമല്ല. ദൈവാത്മാവിൽ വളരെ വ്യക്തമായി ഞാൻ ഓർപ്പിക്കട്ടെ, ഇന്ന് ദൈവസന്നിധിയിൽ വ്യക്തമായി ഓർപ്പിക്കട്ടെ, ഈ 2026 ആരംഭ സമയം നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിയുമോ? എൻ്റെ ദൈവം ചിലത് പറഞ്ഞ ദൈവവചനത്തിന് അതിവേഗമോടുന്ന ദൈവത്തിന്റെ വചനം, സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ വചനം ഞാൻ വിശ്വസിക്കുന്നു. ഇന്നിവിടെ കടന്നു വന്ന പ്രിയപ്പെട്ടവ, ചിലരുടെ ജീവിതത്തിൽ ശാരീരികമായി വേദനിക്കുന്ന അനുഭവങ്ങളിലൂടെ പോകുന്നെങ്കിൽ, വേദനിപ്പിക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നെങ്കിൽ, നിങ്ങളോടാണ് ദൈവാത്മാവ് പറയുന്നത്, അവൻ സൗഖ്യമാക്കുന്ന ആ വചനം അയക്കുന്നവരാണ്. അതിവേഗമോടുന്ന ദൈവത്തിന്റെ വചനം അത് സൗഖ്യമാക്കുന്നതാണ്, അത് വിടുതൽ നൽകുന്നതാണ്. എത്രവർക്ക് വിശ്വസിക്കുവാൻ കഴിയും?
ഓ ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവർ ഇത്രേ ദൈവത്തെ സ്തുതിച്ചാ പോരാ, അത് ഈ ആരാധനയിൽ തന്നെ സംഭവിക്കുന്നു. ഞാൻ ഒന്ന് പൂർണ്ണമായിട്ട് അറിയുന്നു, ഇന്നത്തെ ഈ ആരാധനയിൽ ചില വിടുതലുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ചില സൗഖ്യം ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്, ഇവിടെ ചില സൗഖ്യം വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ അദൃശ്യ ശക്തി ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. എത്ര വിദൂരതയിലാണ് നിന്റെ തലമുറയെങ്കിലും നിന്റെ തലമുറയുടെ മേൽ ആ വചനം സ്പർശിക്കുമ്പോ അവിടെ സൗഖ്യം നടക്കും, അവിടെ വിടുതൽ നടക്കും, അവിടെ അത്ഭുതം നടക്കുമെങ്കിൽ അവിടെ മാത്രമല്ല ഇന്ന് ഈ ആരാധനാലയത്തിലോ അത് നടക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ആ ദൈവശക്തി ഇന്നിവിടെ വ്യാപരിക്കുകയാണ്, ആ ദൈവകൃപ ഇന്നിവിടെ വ്യാപരിക്കുകയാണ്. വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവർ കരമുയർത്തി ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഒരു പാട്ട് നാം ചേർന്ന് പാടി ചില നിമിഷങ്ങൾ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി പോവുകയാണ്. പ്രൈസ് ദി ലോർഡ് ജീസസ്.